ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഒരു കിടിലൻ ഐറ്റം നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന്. അത് വേറൊന്നുമല്ല, സാൽമൺ ഫിഷാണ് കേട്ടോ. നാട്ടിൽ ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നാട്ടിലങ്ങനെ സാധാരണ ആരും ഇത് വാങ്ങിച്ചങ്ങനെ കറി വെച്ച് കഴിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ. സോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഇത് തന്നെ കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കുറേ ഷോപ്പുകളിലൊക്കെ തിരക്കി ഫ്രീസർ ബാഗ് തപ്പി, പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾക്ക് ഫ്രീസർ ബാഗ് കിട്ടിയില്ല. സോ അതുകൊണ്ട് മലയാളി കടയിൽ ഒരു ചേട്ടനൊരു വിദ്യ പറഞ്ഞു തന്നു, അതാണ് ഞങ്ങൾ പ്രയോഗിച്ചത്. അപ്പോൾ എന്താ സംഭവം നമുക്ക് വീഡിയോയിലൂടെ കാണാവേ. വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സാൽമൺ ഓരോന്നോരോന്നായിട്ട് സിപ്പ് ബാഗിലേക്ക് നിരയായിട്ട് അടുക്കി വെക്കാം. പക്ഷേ ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കാനേ പാടില്ല കേട്ടോ. കഷ്ണങ്ങൾ സിപ്പ് ബാഗിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ സിപ്പ് ബാഗോട് കൂടി ഇതെടുത്ത് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 hours വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാനൊരു ബോക്സിനകത്താക്കിയാണ് വെച്ചത്, പക്ഷേ പിന്നീട് ഞാൻ ഓർത്തപ്പോൾ അത് സേഫ് അല്ല, കാരണം ഫ്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരുമാതിരി കട്ടിയാകും. സോ ബോക്സിനകത്താക്കി വെക്കാതെ തന്നെ സിപ്പ് ബാഗോട് കൂടി തന്നെ അങ്ങ് ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. 12 hours ശേഷമുള്ള സാൽമൺ ആണ് ഈ കാണുന്നത്. ഇത് ശരിക്കും ഫ്രീസായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം ഞാൻ തലേദിവസം നൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് എടുത്തത്. മോർണിംഗ് ആണ് ഞാൻ പോകുന്നത്. അപ്പം മോർണിംഗ് ഇറങ്ങുന്നതിന് ജസ്റ്റ് മുമ്പാണ് ഇതൊന്ന് എടുത്ത് പാക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. ഇത് ആദ്യമായിട്ടാണ് സാൽമൺ കൊണ്ടുപോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീസർ ബാഗ് ഇല്ലാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ ഈ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ആയി കിട്ടിയത്, എങ്ങനെയാണ് നാട്ടിൽ ചെന്നതിന് ശേഷമുള്ള ഒരു ഇതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസായി കിട്ടിയ സാൽമൺ നമുക്കൊന്ന് പാക്ക് ചെയ്യാവേ. ഇത് ഫസ്റ്റ് തെർമോക്കോൾ കൊണ്ട് റാപ്പ് ചെയ്ത് ടേപ്പ് ഒട്ടിക്കുക, അതിനുശേഷം ക്ലിങ് ഫിലിം കൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കുക. സാൽമൺ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബാഗിലേക്ക് വെക്കാം. അപ്പോൾ ഈ ബാഗ് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഫ്രീസർ ബാഗല്ല. പിന്നെ ഈ സാൽമണിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി പറിച്ച് വെച്ചിരുന്ന ആ സ്ട്രോബെറിയും കൂടെ നമ്മളൊരു ബോക്സിനകത്താക്കി അടച്ച് നന്നായിട്ട് സീൽ ചെയ്ത് അടച്ച് നമ്മളത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫ്രീസർ ബാഗ് ഇല്ലാതെ നമ്മൾ സാൽമൺ നാട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമുള്ള ആ കോല എന്താണെന്നാണ്. എനിക്കൊരു 14 hours ട്രാവൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എയർപോർട്ടിൽ നിന്ന് വീട് വരെ ഒരു 3.5 hours എടുത്തിട്ടുണ്ട്. സോ ഏകദേശം ഒരു 18 hours സാൽമൺ ഫ്രീസർ ബാഗ് ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഫ്രീസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ആ ഒരു കോലത്തിലാണ് നമ്മൾ ലഗേജിൽ വിട്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് ഏത് അവസ്ഥയിലായെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ആ പാക്കൊക്കെ ഒന്ന് പൊളിച്ച് നമുക്ക് നോക്കാം ഏത് അവസ്ഥയിലായി ഇരിക്കുന്നതെന്ന്.
പാക്കിങ് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ആദ്യത്തെ ഒരു ഫ്രീസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ലെങ്കിൽ പോലും അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഐസ് ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഒരു 18 മണിക്കൂർ ആ സാൽമൺ കേടുകൂടാതെ നിൽക്കാൻ തക്ക രീതിയിലുള്ള ഒരു തണുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 12 മണിക്കൂർ ഫ്രീസ് ചെയ്ത് ഫ്രീസർ ബാഗ് ഇല്ലാതെ നമ്മൾ സാൽമൺ കൊണ്ടുവന്നാലും അത് കേടുകൂടാതെ തന്നെ ഒരു 18 മണിക്കൂർ ഇരിക്കുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഫ്രീസർ ബാഗ് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഈ ഒരു ടെക്നിക്കിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ 18 മണിക്കൂർ വരെ ഒരു കുഴപ്പമില്ലാതെ തന്നെ സാൽമൺ ഇരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്ട്രോബെറി കൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ പേരൻസ് കൂടെ അറിയുന്നതിൽ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലേ. അപ്പോൾ അവർക്കും തോന്നുന്നില്ല നമ്മൾ അവരെയും കരുതുന്നുണ്ടെന്ന്. അപ്പോൾ അവർക്കും അതൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.